നമസ്തേ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു കൊഞ്ചുതീയൽ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് പറയാം. ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാം കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ കളറായതുകൊണ്ട് ആശ്ചര്യപ്പെടേണ്ട, ഇത് മഞ്ഞളിട്ട് കഴുകിയത് കൊണ്ടാണ് ഈ കളറ്. പിന്നെ നമുക്കിതിൽ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എരിവ് അത്രയും വേണ്ടുള്ളതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 20 ചെറിയ ഉള്ളി ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 5 ചുള വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് പിളർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊഞ്ചു തീയലിന് ആവശ്യം. ഇനി ഇതെങ്ങനെയാണ് പാകം ചെയ്യുക എന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം. മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് വാളൻപുളി. ഇത് ഞാൻ നെല്ലിക്ക വലിപ്പത്തിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറെടുക്കണം. നമുക്കിനി കൊഞ്ചു തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിൽ കുറച്ച് കടുക് ചേർക്കണം. കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി പച്ചമണം ഒന്ന് മാറട്ടെ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നല്ലോണം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുക. നന്നായിട്ട് വഴന്ന് വരണം. ഇത് നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം വഴണ്ട് വന്ന് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം എന്ന് വിചാരിച്ചാൽ ഈ തീയലിന് ആവശ്യമായ അരപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി. അതുകൊണ്ട് ഇപ്പോൾ 1 സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി.
നന്നായിട്ട് ഇളക്കുക. എരിവ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ള കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം കേട്ടോ. നന്നായിട്ട് മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചേർക്കേണ്ടത് നേരത്തെ ഞാൻ എടുത്ത് വെച്ച വാളംപുളീൻ്റെ വെള്ളം. അപ്പോൾ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി നമ്മളിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ കൊഞ്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിത് കുറച്ചും കൂടി പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കണം. എനിക്കിതിൽ പുളി ആവശ്യത്തിനായിട്ടുണ്ട്. കുറച്ച് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അത് നമുക്കൂടി ഒന്നും കൂടി ഇളക്കി നന്നായിട്ട് ഒരു പാത്രം കൊണ്ട് സോറി ഏട്ടാ, ഞാൻ അടുപ്പെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറം പോയതുകൊണ്ടാണ് ബ്രേക്കായത്. നമുക്ക് ഇതൊരു പൊടി കൊണ്ട് അടിച്ചു വെക്കാം. ഇത് നന്നായിട്ട് ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂർ നല്ല രീതിക്ക് വേവണം. നമ്മുടെ കൊഞ്ചു തീയലിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി നടുകെ പിളർന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവ. അപ്പോൾ ഇത്ര സാധനങ്ങൾ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ ഈ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനത്തെ 2 സ്പൂണിൽ 1 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത്, പിന്നെ ഇതിൽ നമുക്ക് 1 സ്പൂണ് കാശ്മീരി പൗഡർ, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം, കരിഞ്ഞു പോവരുത്. നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ മസാലകൾ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തത് അരച്ചെടുക്കാം. അടുപ്പത്ത് നമ്മളെ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ അരപ്പ് അരച്ചെടുക്കാം. നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തരച്ചതാണ്.
ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് കണക്കാണ്, കുറച്ച് ഇച്ചിരി പുളിയുടെ കുറവുണ്ട്. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളക്കട്ടെ. നമുക്ക് ചെറുതായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തിളച്ച് മറിയാതിരിക്കാൻ കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ അടച്ചു വെക്കേണ്ടത്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ കൊഞ്ചൊതിയൽ റെഡിയായി കഴിഞ്ഞു. നല്ല രുചിയുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് പരീക്ഷിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.